ഒരു കംപ്ലീറ്റ് മീലാണ് ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാൻ സോനാ മസൂരി അരി എടുത്തേക്കുന്നത്, ചെറിയ അരി. നിങ്ങൾക്ക് ജീരകശാല അരി കിട്ടുമെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കിയാലും മതി. അത് ഞാനൊരു 20 മിനിറ്റ് കുതിർത്തിട്ടുണ്ടായിരുന്നു. ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലൂടെ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെയും ഒഴിച്ചു. ഇല്ലെങ്കിൽ നെയ്യ് തന്നെ ആകുമ്പം കുറച്ച് ഹെവിനെസ് ഫീൽ ചെയ്യും. നെയ്യ് ചൂടായപ്പോൾ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്തു. ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ തക്കോലം ഇട്ടു. ഇത് വേണം കിട്ടാതെ ഓപ്ഷണലാണ്. മണം വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മിൻറ്റ് അതിലിട്ടിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരുന്ന സവോള ഇട്ടു. അതൊന്ന് വഴറ്റി. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചതച്ചതിട്ടു. പച്ചമുളക് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് പച്ച പറങ്ങാണ്ടി ഇട്ടത്. അത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് അങ്ങ് ഇടുകയാണ്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു കിളിപ്പണ്ടിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. ട്രൈ നോക്കി ഇങ്ങനെ ഒരു പ്രാവശ്യം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തു. ഇപ്പം കണ്ടോ, ഈ പരുവായിട്ടൊരു പകുതി വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നേ. എന്നിട്ട് ഉപ്പ് നോക്കണം, ഈ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് കുതിർത്തിട്ട് വാരി വെച്ചിരുന്ന സോനാ മസൂരി അരി അതിട്ടു. നല്ലതായിട്ട് ഇളക്കി. ഇതിലേക്ക് ഒരു ടൊമാറ്റോയുടെ പകുതിയും കൂടി ആഡ് ചെയ്തതാണ്. എന്നിട്ട് വെള്ളം ഇനി നമ്മൾ പറ്റാൻ വെയിറ്റ് ചെയ്യണേ. നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളം പറ്റി വരും. ഈ സമയത്ത് ഇതിലേക്ക് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ എന്നിട്ട് നല്ലതായിട്ട് ഇളക്കിയിട്ട് വെള്ളം പറ്റണം. കണ്ടോ, വെള്ളം പറ്റി വന്നേ കണ്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. പക്ഷെ താഴെ വെള്ളം ഉണ്ട്, ഇച്ചിരി മേളിലെ എല്ലാം വെള്ളം പറ്റി. ഈ സമയം നമുക്കിത് ദം ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ പാനിൻ്റെ അടപ്പ് തന്നെ എടുത്തേക്കുന്നത്. അതിലൊരു കിഴുത്തുണ്ടല്ലോ, ആ കിഴുത്ത് ഞാൻ ടിഷ്യൂ വെച്ചങ്ങ് അടച്ചു. അപ്പോൾ സ്റ്റീം പുറത്തേക്ക് പോകാതിരിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു 10 മിനിറ്റ് വെക്കണം. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. വെച്ച് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്തൊരു 15 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് തുറക്കാവുള്ളൂ. സമയമായിട്ടുണ്ട്. അപ്പോൾ തുറന്നു. ഇതിൻ്റെ പുറത്തേക്ക്, ഇത് ഗീ റൈസ് അല്ലേ, ഞാൻ 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു. ഗീയുടെ ഒരു മണമൊക്കെ വേണമല്ലോ. ചോറ് കണ്ടോ, ഒന്നും ഒട്ടാതെ മണിമണിയായിട്ടിരിക്കുന്നത്. നല്ല സൂപ്പർ ഒരു ഗീ റൈസ് ആയിട്ടേ. പല നാടുകളിൽ പല രീതിയിലാണ് ഗീ റൈസ് വെക്കുക. ഞാൻ ഇങ്ങനെയും വെക്കും. ഇതൊരു രീതിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ ഇതിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സൈഡായിട്ട് തോരൻ ഉണ്ടാക്കാം. ചീര വീട്ടിലുണ്ടാക്കാം. പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു. കടുക് പൊട്ടിച്ചു. ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റി, കരിയാപ്പില വഴറ്റി. അതിലേക്ക് അരിഞ്ഞു വെച്ച ബീൻസ് ആഡ് ചെയ്തു. മുക്കാൽ വെന്തപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ആഡ് ചെയ്തു. അതും ഒന്ന് വാടിയപ്പോൾ അതിന് നടുക്കോട്ട് കുറച്ച് തേങ്ങാപ്പീര ആഡ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ച് വെള്ളം പറ്റിച്ചെടുത്തു. ചീരയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് നമുക്കിനി ഒരു കറിയും കൂടെ വെക്കുന്ന സൈഡിൽ ഒരു ഗ്രീൻ ചില്ലി കൊണ്ട് ഒരു നല്ലൊരു കറി. അപ്പോൾ ഈ മുളകാണ് ഞാൻ എടുത്തത്. ഇതിന് വലിയ എരിയുള്ള മുളകല്ല, ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്. ഇതൊന്ന് നടുക്കൂടെ കീറി ഞാൻ ഒന്ന് സ്ലിറ്റ് ചെയ്തു. എന്നിട്ട് അകത്തുനിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിയുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ആ സീഡ്സ് അങ്ങ് എടുത്ത് കളയാം. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ സീഡ്സ് എടുത്ത് കളഞ്ഞേ. ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, ഇച്ചിരി എണ്ണ മതി, ഇട്ടിട്ട് ഈ മുളകൊക്കെ അതിലിട്ടിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അതിൻ്റെ പുറത്തൊക്കെ കൊമ്മള പോലെ വരും, കണ്ടില്ലേ, തൊലിയൊക്കെ ഒന്ന് ഭംഗി. അപ്പോൾ ആ പരുവത്തിലെടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് ഈ സെയിം പാൻ്റെ അകത്തേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് പൊട്ടിക്കണം. എന്നിട്ട് അതിലോട്ട് അരിഞ്ഞ് വെച്ച്, നീളത്തിലല്ല, കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത ഉള്ളി ഇട്ടു. ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ആ സമയം. അതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ച് പച്ചമണം മാറിയ സമയം നോക്കി അതിലോട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയുടെ പൊടി അതും ഇട്ട് നല്ലതായിട്ട് പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ആഡ് ചെയ്തു. തക്കാളി വെന്ത് നല്ലതായിട്ട് ഉടയണം. ഉടഞ്ഞു കഴിയുമ്പോൾ അതിലോട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് കട്ട കെട്ടാതെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. തൈര് ഒഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഇട്ടാലും ഒരു കുഴപ്പമില്ല, റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് വേവിക്കണേ. ഈ മസാല വേവണം. തുറന്ന് നോക്കുമ്പോൾ ഇത് വെള്ളമില്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നല്ല ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ച് നിങ്ങൾക്ക് ഗ്രേവി ആക്കാം, അതിനൊരു കുഴപ്പമില്ല. ഉപ്പ് നോക്കണ ഈ സമയത്ത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അല്ലെ വഴറ്റി വെച്ചിരിക്കുന്ന മുളക് ആഡ് ചെയ്യണം. ഇതെന്നിട്ട് അടച്ച് വെച്ച് വീണ്ടും ഒരു 4-5 മിനിറ്റ് വീണ്ടും ഈ മസാല എല്ലാം മുളക് കൂടി ചേർന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. അതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് ഇച്ചിരി മീനും കൂടെ വറക്കാം. അതിനുവേണ്ടി മീൻ്റെ അകത്തേക്ക് മുളകും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കരിയാപ്പില പൊടിച്ചതും വെളിച്ചെണ്ണ എല്ലാം കൂടി മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചിട്ട് അത് വറുത്തെടുത്തു. അപ്പോൾ നമ്മുടെ എല്ലാ ഡിഷസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ കേരള ബോൾ കണ്ടോ റെഡി ആയത്. ചീരയും ബീൻസും കൂടെയും തോരൻ, ഒരു ഫ്രഷ് ക്യൂക്കുംബേഴ്സ്, മീന്, ഗീ റൈസ്, പിന്നെ
ഇവിടുന്ന് പറിച്ച മുളകാണ് എല്ലാം കറി ഉണ്ടാക്കി എല്ലാം കൂടെ വളരെ ടേസ്റ്റി ഹെൽത്തിയാണ്. ഇത് ഒരു ദിവസം ഇങ്ങനത്തെ ഒരു മീൽ കഴിച്ചാൽ മതി, നല്ല ഹെവി ആയിരിക്കും. പിന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ മതി, ഏത് നേരം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകിട്ട് ഫുൾ കംപ്ലീറ്റ് മീലാണ്. സോ എല്ലാം ട്രൈ നോക്കുക.